ഇന്ന് നമുക്ക് ജീത്തോ സ്ട്രോങ്ങിൻ്റെയും സൂപ്രമിനിയുടെയും കമ്പാരിസൺ നോക്കാം. സൂപ്രമിനി ഫ്രണ്ട് ഫേസ് നോക്കുമ്പോൾ ഫ്ലാറ്റ് രീതിയിലാണ് ഡിസൈനിങ് വരുന്നത്. അതോടൊപ്പം 2 വൈപ്പർ കാണാം. ജീത്തോ സ്ട്രോങ് ഫ്രണ്ട് ഫേസ് കുറച്ച് തള്ളി നിൽക്കുന്ന ഡിസൈനാണ്. അതോടൊപ്പം സിംഗിൾ വൈപ്പറാണ്. സൂപ്രമിനി ഉള്ളിലേക്ക് പോകുമ്പോൾ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. പവർ കൂട്ടാനും കുറയ്ക്കാനും പവർ ബട്ടൺ ലഭ്യമാണ് സൂപ്രമിനിയിൽ. കൂടാതെ ഡാഷിൽ 12 വോൾട്ട്സിൻ്റെ ചാർജിംഗ് പോയിന്റും കാണാം. കൂടാതെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്യാബിൻ ലേഔട്ടാണ്. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് മഹീന്ദ്ര സൂപ്രമിനിയിൽ നൽകുന്നത്. ജീത്തോ സ്ട്രോങ്ങിന്റെ ഉൾവശത്തേക്ക് കയറിയാൽ നമുക്ക് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം ഡിജിറ്റൽ മീറ്റർ കൺസോളും ലഭ്യമാണ്. അതോടൊപ്പം 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. കൂടാതെ ഡാഷിൽ നമുക്ക് ചാർജിംഗ് പോയിന്റും ലഭ്യമാണ്. സൂപ്രമിനിയിൽ സീറ്റിന്റെ അടിയിലായാണ് എഞ്ചിന്റെ സ്ഥാനം. DI ഡീസൽ എഞ്ചിനാണ്. എഞ്ചിൻ സ്പെക്ക് വരുന്നത് 909 cc, 26 ഹോഴ്സ് പവറും 58 Nm ടോർക്കുമാണ്. 2 സിലിണ്ടർ എഞ്ചിനാണ്. ജീത്തോ സ്ട്രോങ് എഞ്ചിൻ സ്പെക്ക് വരുന്നത് 670 cc, DI വാട്ടർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ജീത്തോ സ്ട്രോങ്ങിന്റെ പവർ വരുന്നത് 16 ഹോഴ്സ് പവറും 42 Nm ടോർക്കുമാണ്. സൂപ്രമിനിയുടെ ടയർ സൈസ് വരുന്നത് 13 ഇഞ്ച് ടയറാണ്. കൂടാതെ ലോഡ് ബോഡി സൈസ് വരുന്നത് 7.4 ഫീറ്റ് നീളവും 5 ഫീറ്റ് വീതിയുമാണ്. കമ്പനി പറയുന്ന പേലോഡ് 900 kg ആണ്. ജീത്തോ സ്ട്രോങ്ങിന്റെ ടയർ സൈസ് വരുന്നത് 12 ഇഞ്ച് ടയറാണ്. ലോഡ് ബോഡി സൈസ് വരുന്നത് 7.4 ഫീറ്റ് നീളവും 4.9 ഫീറ്റ് വീതിയുമാണ്. പേലോഡ് കപ്പാസിറ്റി വരുന്നത് 815 kg ആണ്. സൂപ്രമിനിയുടെ ഫ്രണ്ട് 8 ലീഫും ബാക്കിൽ 7 ലീഫുമാണ്. സൂപ്രമിനിയുടെ മൈലേജ് വരുന്നത് പെർ ലിറ്ററിന് 23 കിലോമീറ്റർ ആണ്. ജീത്തോ സ്ട്രോങ്ങിന്റെ മൈലേജ് വരുന്നത് പെർ ലിറ്ററിന് 32 കിലോമീറ്റർ ആണ്.